നോക്കാം ഇവരുടെ സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.25 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഈ സാമ്പാർ നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ട് വെക്കുന്നത്. അപ്പൊ തേങ്ങ വറുത്തരച്ചെടുക്കാൻ വേണ്ടി സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ ഒരു 12 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഈ തേങ്ങയുടെ കൂടെ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മുഴുവനായിട്ടുള്ള മല്ലിയിൽ എടുത്തേക്കുന്നത്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഉലുവ, 1/2 ടേബിൾ സ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്. പിന്നെ ഞാനിവിടെ ഒരു 4 ചുവന്നുള്ളിയും ഉണക്കമുളകും എടുത്തിട്ടുണ്ട്. ഉണക്കമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി നമുക്ക് സാമ്പാറിലേക്ക് വേണ്ട കഷ്ണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഈ സാമ്പാറിലേക്ക് നമ്മൾ കുറച്ച് കഷ്ണങ്ങളൊക്കെ കൂടുതൽ ചേർക്കും. നമ്മുടെ നാട്ടിലേക്ക് ചില സ്ഥലങ്ങളിൽ സാമ്പാർ വെക്കുമ്പോൾ ക്യാരറ്റ് ഒന്നും ചേർക്കില്ല. ഈ സാമ്പാറിലേക്ക് നമ്മൾ ക്യാരറ്റും വഴുതനങ്ങയും എല്ലാം ചേർക്കും. നമുക്ക് നോക്കാം സാമ്പാറിലേക്ക് വേണ്ട കഷ്ണങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. സാമ്പാറിലേക്ക് നമ്മൾ ചേർക്കുന്ന എല്ലാ കഷ്ണങ്ങളും കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർക്കണം. പിന്നെ വേണ്ടത് ഏത്തക്കായാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ ഏത്തക്കായ ഇതേപോലെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 3 മുരിങ്ങാക്കോൽ എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വെണ്ടക്കായ വേണം. വെണ്ടക്കായ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു 7 വെണ്ടക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ സാമ്പാറിലേക്ക് മെയിനായിട്ട് വേണ്ടത് സാമ്പാർ പയറാണ്. ഇതിന് ചില സ്ഥലങ്ങളിൽ സാമ്പാർ പയർ എന്ന് പറയും, അല്ലെങ്കിൽ ഇതിനെ കൊത്താമര പയർ എന്ന് പറയും. ഇത് ഞാനിവിടെ കുറച്ചെടുത്തിട്ടുണ്ട്. ഇത് അധികം ചേർക്കണ്ട. ഈ പയറിന് ചെറുതായിട്ടൊരു കയ്പുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. വഴുതനങ്ങയും ഇതേപോലെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവോള എടുത്തിട്ടുണ്ട്. സവോളയും ഇതേപോലെ കുറച്ച് വലിയ പീസായിട്ടും കട്ട് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിയും കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല എരിവുള്ള 4 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി സാമ്പാറിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് വാളംപുളിയാണ് ചേർക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള വാളംപുളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സാമ്പാറിന്റെ പുളിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം. ഈ സാമ്പാറിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ചുവന്നുള്ളി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണം, ഉണക്കമുളക് വേണം, 1/2 ടേബിൾ സ്പൂൺ കടുക് വേണം. സാമ്പാർ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിയിലയും വേണം. അപ്പം നമുക്ക് നോക്കത്തെ ഇനി സാമ്പാർ ആക്കാന്ന്. സാമ്പാർ വയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം പരിപ്പ് വേവിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് നമുക്ക് പരിപ്പ് ചേർക്കാം. പരിപ്പ് ചേർക്കുമ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. പരിപ്പ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചേർക്കുക. ഞാൻ ഇതിലേക്ക് 4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. നമുക്ക് പരിപ്പ് ഏറ്റവും ആദ്യം വേവിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് പരിപ്പൊന്ന് മൂടി വയ്ക്കാം. ഈ കുക്കറിൽ നിന്ന് ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് കൊണ്ട് വേവിക്കാം. അപ്പോൾ പരിപ്പ് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്ക് പരിപ്പ് വേവുമ്പോഴേക്കും തേങ്ങ നമുക്ക് വറുത്തിട്ടൊന്ന് അരച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചീനച്ചട്ടി വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഏറ്റവും ആദ്യം നമുക്ക് കായം ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. കായം ചേർക്കാം. ഈ കായം 2 സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് കായം നന്നായിട്ട് മുരിയിച്ചെടുക്കണം. ഈ കായം നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മൾ തേങ്ങ വറുത്തതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. അല്ലെങ്കിൽ സാമ്പാറിൽ കായത്തിൻ്റെ ടേസ്റ്റ് അങ്ങനെ കൂടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ കായം നമ്മൾ സെപ്പറേറ്റ് പൊടിച്ചിട്ട് സാമ്പാറിലേക്ക് സെപ്പറേറ്റ് ചേർക്കാം. ആദ്യം കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും കായത്തിൻ്റെ പൊടി ചേർത്താൽ മതി. അപ്പോൾ ഈ കായം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതെടുത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. നമുക്ക് കടലപ്പരിപ്പ് ചേർക്കാം. ഈ കടലപ്പരിപ്പ് പതുക്കെ ഒന്ന് മുരിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉഴുന്നുപരിപ്പ് ചേർക്കാം. അപ്പോൾ കടലപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ട് ഇതിലേക്ക് നമുക്ക് ഉഴുന്നുപരിപ്പ് ചേർക്കാം. അപ്പോൾ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ബ്രൗൺ ആവാൻ നിൽക്കണ്ട. ഇതിലേക്ക് നമുക്ക് ഉലുവ ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഉലുവയാണ് ചേർക്കുന്നത്. ഉലുവ ഒട്ടും കൂടരുത്. ഉലുവ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമ്പാറിന് കയ്പരസം വരും. ഉലുവയും ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ജീരകം ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മല്ലി ചേർക്കാം. ഇപ്പോൾ മല്ലിയും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. ഉണക്കമുളക് ചേർക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിടാം. ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ചേർക്കാം. ചുവന്നുള്ളി ചേർക്കുമ്പോൾ അതൊന്ന് സ്ലൈസ് ചെയ്തിട്ട് ചേർക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ തേങ്ങ നമുക്ക് നല്ല ചുമക്കെ വറുത്തെടുക്കാം. ഈ തേങ്ങ നമ്മളിങ്ങനെ മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇപ്പം മഞ്ഞൾപ്പൊടിയും ഇതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. മിക്സിയിലിട്ടിട്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഏറ്റവും ആദ്യം വെള്ളം ചേർക്കാണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം.
അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഈ ചീനച്ചട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചീനച്ചട്ടിയുടെ ചൂട് കൊണ്ട് ഈ തേങ്ങ കരിഞ്ഞു പോവും. ഇപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പരിപ്പ് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഉപ്പ് ചേർക്കാണ്ട് വേണം പരിപ്പ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പരിപ്പ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. ഈ പരിപ്പ് വേവിച്ചെടുത്താൽ കുക്കറിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാം. പക്ഷേ കുക്കർ കുറച്ച് ചെറുതായതുകൊണ്ട് ഞാൻ ഈ പരിപ്പ് വേറൊരു പാത്രത്തിലേക്ക് പകർത്താണ്. ഞാനിവിടെ വറുത്ത് വെച്ചേക്കണ തേങ്ങ ഞാനിവിടെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആ വറുത്ത് വെച്ചേക്കണ കായവും കൂടി ചേർത്തിട്ടാണ് നന്നായിട്ട് അരച്ചെടുത്തേക്കുന്നത്. ഇനി ഇത് നമുക്ക് ഈ പരിപ്പിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർക്കാം. ഞാൻ അരച്ചെടുത്ത ജാറിലാണ് വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. ഈ സാമ്പാറിൽ കുറച്ച് വെള്ളം കൂടുതൽ വേണം. ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് ഇനി കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വേണ്ടി പോകുന്നത്. കുറച്ചും കൂടി വെള്ളം ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കണ കഷ്ണങ്ങൾ ചേർക്കുക. ഏത്തക്കായ ചേർക്കുക, ഉരുളൻകിഴങ്ങ് ചേർക്കുക, സവോള ചേർക്കുക, ഇതിലേക്ക് തക്കാളി ചേർക്കുക, പച്ചമുളക് ചേർക്കുക, നമുക്ക് മുരിങ്ങാക്കോല് ചേർക്കുക, കൊത്താമരപ്പയർ ചേർക്കുക, ക്യാരറ്റ് ചേർക്കുക, വഴുതനങ്ങ ചേർക്കുക. വെണ്ടക്കായ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ചേർക്കാം. വെണ്ടക്കായ നമുക്ക് കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് വെണ്ടക്കായ ചേർത്താൽ മതി. നമുക്ക് സാമ്പാറിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് സാമ്പാർ നമുക്ക് വേവിക്കാം. സാമ്പാർ ഒരു 3/4 ഭാഗം വെന്ത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമുക്ക് വാളംപുളി ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ സാമ്പാറിലെ കഷ്ണങ്ങളൊക്കെയും ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വാളംപുളിയുടെ വെള്ളം ചേർക്കാം. നമുക്ക് ആദ്യം കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ രണ്ടാമതും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് വെണ്ടക്കായ ചേർക്കാം. വെണ്ടക്കായ്ക്ക് വേവ് വളരെ കുറവാണ്. അത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചേർക്കുന്നത്. ഈ വെണ്ടക്കായ നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി. കഷ്ണങ്ങളൊക്കെ ഏതാണ്ട് ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെണ്ടക്കായ ചേർക്കാം. ഇനി നമുക്ക് 2 മിനിറ്റ് കൂടി മൂടി വെച്ചിട്ട് സാമ്പാർ ഒന്ന് വേവിക്കാം. അപ്പോൾ വെണ്ടക്കായ നന്നായിട്ട് വേവും. നമ്മൾ സാമ്പാറിലേക്ക് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചേർത്ത വെണ്ടക്കായയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഈ സാമ്പാറിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം. ഈ സാമ്പാറിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഏറ്റവും ആദ്യം കടുകിട്ട് പൊട്ടിക്കാം. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർക്കാം. ചുവന്നുള്ളി ചേർക്കാം. കറിവേപ്പില ചേർക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മൾ ഈ താളിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും. ഇനി നമുക്ക് സാമ്പാറിലേക്ക് ചേർക്കാം. ഇപ്പോൾ വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട്.